നെക്സ്റ്റ് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്? സീരീസ് തന്നിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നെക്സ്റ്റ് ടൈം എന്തായിരിക്കും ചോദിച്ചു. നമ്മൾ സീരീസ് ഒന്ന് എഴുതി നോക്കാം ആദ്യം. ഓക്കെ, നിങ്ങൾ ഈ സീരീസിൻ്റെ അകത്ത് എല്ലാത്തിൻ്റെയും സെക്കൻഡ് ആൽഫബറ്റ് ഒന്ന് എടുത്തു നോക്ക്. സെക്കൻഡ് ലെറ്റർ എല്ലാം എന്താ വരുന്നത്? എ ആണ് വരുന്നത്. അപ്പോൾ നമ്മൾ അടുത്ത ടൈമിൻ്റെ സെക്കൻഡ് ലെറ്റർ എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. ഓക്കെ, അതവിടെ അങ്ങനെ തന്നെ വെച്ചില്ല, അത് മാറുന്നില്ല. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് എന്താ ഫസ്റ്റ് ടൈം നോക്കാം. ഫസ്റ്റ് ടൈം എങ്ങനെ വരുന്നത്? ആദ്യം എഫ്, അത് കഴിഞ്ഞിട്ട് ജി, എച്ച്, ഐ. ഓക്കെ, എങ്ങനെ വരുന്നത്? എഫ്, ജി, എച്ച്, ഐ. അതായത് നെക്സ്റ്റ് ആൽഫബറ്റ് അതുപോലെ തന്നെ എഴുതിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഫസ്റ്റ് ലെറ്റർ ആക്കി വെക്കുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത എന്തായിരിക്കും? ജെ ആയിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കേണ്ടത് തേർഡാണ്. തേർഡ് എന്താണ് വരുന്നത്? ആദ്യം ജിയും പിന്നെ എഫും. ജി, എഫ്, പിന്നെന്താണ്? പിന്നെ എഫ് കഴിഞ്ഞിട്ട് പിന്നെ എച്ച്, പിന്നെ അത് കഴിഞ്ഞിട്ടോ എച്ച് കഴിഞ്ഞിട്ട്, സോറി എഫ് കഴിഞ്ഞിട്ട് എച്ച് അല്ല, എഫ് കഴിഞ്ഞിട്ട് വരുന്നത് ഐ ആണ്. ഓക്കെ, ഐ കഴിഞ്ഞിട്ടോ എച്ച്. എന്തെങ്കിലും ബന്ധമുണ്ടോ? പ്രത്യേകിച്ച് ഒന്നുമില്ല, ലൈക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി കളിക്കുന്നുണ്ട്. സോ എന്തായിരിക്കും? ഇതിൻ്റെ അകത്ത് വേറെ സാധനം വേണം, അത് ജസ്റ്റ് പറഞ്ഞുതരാം. നമുക്ക് രണ്ട് ടൈം മാത്രം എടുത്തു നോക്കാം. എഫ് എ ജി എടുത്തു നോക്കാം, അതുപോലെ തന്നെ ജി എ എഫും എടുത്തു നോക്കാം. ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ബന്ധം ഫീൽ ചെയ്യുന്നുണ്ടോ? അതായത് ഇതിൻ്റെ ഫസ്റ്റ് ടൈം എന്താണ്? ഫസ്റ്റ് ടൈം അല്ല, ഫസ്റ്റ് ലെറ്റർ എന്താണ്? ഇതിൻ്റെ ലാസ്റ്റ് ലെറ്റർ ആണ്. ഇതിൻ്റെ ലാസ്റ്റ് ലെറ്ററോ ഇതിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആണ്. മീൻസ് അതായത് ഒന്നാമത്തെ ടൈമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും വരിക? രണ്ടാമത്തെ ടൈമിൻ്റെ ലാസ്റ്റ് ലെറ്ററും രണ്ടാമത്തെ ടൈമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും വരിക? ഒന്നാമത്തെ ടൈമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിട്ട്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടാണ്, ഇന്റർചേഞ്ച് ചെയ്തിട്ടാണ് എന്തെടുക്കുന്നത്? ലെറ്റർ, അതായത് തേർഡ് ലെറ്റർ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കേസിൽ എന്താ വേണ്ടത്? നമുക്ക് അടുത്ത ടൈം എന്താ കണ്ടിട്ട് അതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താണ് വരുന്നത്? അതായിരിക്കും എന്ത് വരിക? ഈ ഒരു ഇതിൻ്റെ ലാസ്റ്റ് ലെറ്റർ ആയിട്ട് വരും. ഓക്കെ, അടുത്തതിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? ജെ കഴിഞ്ഞു. പിന്നെ അടുത്ത എന്തായിരിക്കും? കെ ആയിരിക്കുമല്ലോ അടുത്ത ടേമിൻ്റെ ഫസ്റ്റ് ലെറ്റർ. അപ്പോൾ അതായിരിക്കും എന്ത്? ഈ ഒരു ടേമിൻ്റെ ലാസ്റ്റ് ലെറ്റർ. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ്? ജെ എ കെ ആണ്. ഓക്കെ, ഒന്നുകൂടി പറയാം. ഇവിടെ നമ്മൾ സീരീസ് എടുത്ത് എഴുതി, അതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ഒരു കാര്യം മനസ്സിലായി. സെക്കൻഡ് ലെറ്റർ വരുന്നത് എന്താണ്? എല്ലാ സ്ഥലത്തും എ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് എന്തായിരിക്കും? എ തന്നെയായിരിക്കും. പിന്നെ ഫസ്റ്റ് ലെറ്ററോ ഓരോ നെക്സ്റ്റ് ആൽഫബറ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമുക്ക് ഇവിടെ തന്ന എച്ച് ആണ്. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? എച്ച് അല്ലേ, ഐ ആണ്. അപ്പം നെക്സ്റ്റ് എന്തായിരിക്കും? ജെ ആയിരിക്കും. പിന്നെ നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഏറ്റവും തേർഡായിട്ട് വരുന്ന ലെറ്റർ ഏതാണെന്ന്. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ രണ്ട് ടൈം മാത്രം എടുത്ത് എഴുതി. ഏതാണ് റീസൺ? നമ്മൾ അല്ലാണ്ട് നോക്കിയാലും പ്രത്യേകിച്ച് ബന്ധമൊന്നും കണ്ടിട്ടില്ല. അപ്പോൾ രണ്ട് ടൈം മാത്രം എടുത്ത് എഴുതി. അപ്പോൾ അത് നോക്കിയാൽ എന്ത് മനസ്സിലായി? അങ്ങോട്ടും, അതായത് ഫസ്റ്റ് ടൈമിൻ്റെ സെക്കൻഡ് ടൈം എടുത്ത് നോക്കിയാൽ ആ ഒരു കേസ് എടുത്താൽ എന്താണ്? ഫസ്റ്റ് ലെറ്ററും തേർഡ് ലെറ്റർ എന്താണ്? അങ്ങോട്ടും ഇങ്ങോട്ടും ഷഫിൾ ചെയ്തിട്ടാണ് എന്തിട്ട് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കേസിൽ എന്തായിരിക്കും? നെക്സ്റ്റ് ടൈമിൻ്റെ ഫസ്റ്റ് ലെറ്റർ ആയിരിക്കും നമ്മൾ ഈ ടൈമിൻ്റെ നമുക്ക് ആൻസർ കിട്ടേണ്ട ടൈമിൻ്റെ ലാസ്റ്റ് ലെറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇതും ഒരു സീരീസിൻ്റെ തന്നിട്ടുള്ളത്. നമുക്ക് സീരീസ് എടുത്ത് എഴുതാം. എ എൽ എഫ് എ, ജി എൽ എച്ച് എ, ഐ എൽ ജെ എ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങളൊരു കാര്യം നോക്കിയാൽ മനസ്സിലാവും. സെക്കൻഡ് ലെറ്ററും അതുപോലെ തന്നെ ഫോർത്ത് ലെറ്ററും എല്ലാം എന്താണ്? എല്ലും എയുമാണ്. ഓക്കെ, നമുക്ക് കാണേണ്ട ടേമിൻ്റെ അകത്ത് എന്തായിരിക്കും? സെക്കൻഡ് ലെറ്റർ എല്ലും ഫോർത്ത് ലെറ്റർ എയുമായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ഫസ്റ്റ് ലെറ്ററിൻ്റെ കാര്യം നോക്കാം. ഫസ്റ്റ് ലെറ്ററിൻ്റെ ഫസ്റ്റ് എന്താണ്? ഇ ആണ്. പിന്നെ അടുത്ത എന്താ വരുന്നത്? അടുത്ത ടൈമിൻ്റെ അകത്ത് ജി ആണ്. അത് കഴിഞ്ഞിട്ട് ഐ ആണ് വരുന്നത്. ഓക്കെ, അതായത് ഇ കഴിഞ്ഞിട്ട് ജി വന്നു, അത് കഴിഞ്ഞിട്ട് ഐ വന്നു. അപ്പോൾ ഇവിടെ എന്താ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഓരോ ആൽഫബറ്റ് വിട്ടിട്ടാണ് എന്തെടുക്കുന്നത്? അടുത്ത ടൈം എടുക്കുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ എന്താക്കാം? ഐൻ്റെ അകത്തുനിന്ന് ജെ വിട്ടപ്പോൾ എന്തായിരിക്കും? അടുത്ത ടൈം എന്തായിരിക്കും? ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കും? കെ ആയിരിക്കും. ഒന്നുകൂടി പറയാം. ഓരോ ഇതിൻ്റെ അകത്തുനിന്നും നെക്സ്റ്റ് ടൈമിൻ്റെ ഫസ്റ്റ് ലെറ്റർ എടുക്കുന്നത് ഒരു ആൽഫബറ്റ് വിട്ടിട്ടാണ്. അപ്പം നോക്കിയാൽ നമുക്ക് എന്താണ്?
ഇപ്പോൾ എടുത്തിട്ടുള്ളത് ഐ ആണ്. അപ്പോൾ ഐ ഒരു ലെറ്റർ വിട്ട അടുത്ത ആൽഫബറ്റ് എന്തായിരിക്കും? അത് കെ ആയിരിക്കും. ഓക്കെ. പിന്നെ മൂന്നാമത്തെ ടൈമിൻ്റെ നമുക്ക് ജസ്റ്റ് നോക്കാം. എഫ് ആണ്, അത് കഴിഞ്ഞിട്ട് എച്ച് ആണ്, അത് കഴിഞ്ഞിട്ട് എന്താണ്? ജെ ആണ്. എഫ്, എച്ച്, ജെ. അതായത് എന്താണ്? സെയിം തന്നെയാണ്. ഓരോ ആൽഫബറ്റും വിട്ടിട്ടാണ് എന്തെടുക്കുന്നത്? അടുത്ത ടൈമിൻ്റെ തേർഡ് ടൈം എടുക്കുന്നത്. ഓക്കെ. അപ്പോൾ അടുത്ത എന്തായിരിക്കും? അത് എല്ലായിരിക്കും അല്ലേ? കാരണം ഇതിൻ്റെ ഏതാ വന്നത്? നമുക്ക് വന്നത് ജെ ആണ്. അപ്പോൾ ജെ കഴിഞ്ഞിട്ട് ഒരു ടൈം വിട്ടാൽ കെ കഴിഞ്ഞിട്ടുള്ളത് ഏതാണ്? എല്ലാണ്. അപ്പോൾ നമ്മുടെ ആൻസർ ഏതാ വരിക? ഇതാണ് വരിക. ഓക്കെ. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു സാധനം ആദ്യം എഴുതി വെച്ചിട്ട് മാത്രം ചെയ്യുക, അല്ലെങ്കിൽ ഫുൾ കൺഫ്യൂസ് ആവും, അതുപോലെ തന്നെ മിസ്റ്റേക്കും വരും. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? സീരീസ് തന്നിട്ട് അതിൻ്റെ ഒരു ടൈമാണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് സീരീസ് ആദ്യം എടുത്ത് ചെയ്താം. AB DEF HIJK ഒരു ടൈം ഉണ്ട്, പിന്നെ ലാസ്റ്റ് ഒരു ടൈം ഉണ്ട്. മൈൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഈ ഒരു 3 ടൈം യൂസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ആവശ്യമുള്ള സാധനം കിട്ടും. ഓക്കെ. അപ്പോൾ നമുക്കിവിടെ എടുത്ത് നോക്കിയാൽ ഫസ്റ്റ് എന്താണ്? AB, അതായത് നെക്സ്റ്റ് ആൽഫബറ്റ് അതുപോലെ തന്നെ എടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ടേം എഴുതുമ്പോൾ ഇവിടെ എന്താ ഉള്ളത്? ഇവിടെ C അവരെന്താക്കി? ഒഴിവാക്കിയിട്ട് അടുത്ത ആൽഫബറ്റ് വേണം സ്റ്റാർട്ട് ചെയ്ത്. മീൻസ് ഓരോ ആൽഫബറ്റും എന്താക്കുന്നുണ്ട്? മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അടുത്ത എടുത്ത് നോക്കാം. DEF ഇവിടെ എന്താക്കി? G എന്താക്കി? മിസ് ഒഴിവാക്കിയിട്ട് H മുതൽ തുടങ്ങി. ഓക്കെ. അപ്പോൾ അടുത്ത എങ്ങനെയായിരിക്കും തുടങ്ങുക? അതുപോലെ തന്നെ AB DEF, അതായത് ഒരു ആൽഫബറ്റ് മിസ്സായിട്ട് അടുത്ത ടൈം സ്റ്റാർട്ട് ചെയ്യുന്നു. എന്നിട്ട് ഏതാണോ തൊട്ട് മുമ്പ് എത്ര ആൽഫബറ്റ് ഉണ്ട് അതിനേക്കാളും ഒരു കൂടുതൽ ആൽഫബറ്റായിട്ട് എഴുതുന്നു. അപ്പോൾ അടുത്ത എന്തായിരിക്കും? നമുക്കിവിടെ HIJK L ഒഴിവാക്കിയിട്ട് എന്തായിരിക്കും? HIJK L M സ്റ്റാർട്ട് ചെയ്യും. MNOP Q വരെ ഉണ്ടാവും. കാരണം എന്താണ്? തൊട്ട് മുമ്പ് 4 ലെറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര ലെറ്റേഴ്സ് വേണം? 5 ലെറ്റേഴ്സ് വേണം. 5ആണല്ലോ. 1 2 3 4 5 5 ലെറ്റേഴ്സ് വേണം. ഓക്കെ. M വരാൻ കാരണം എന്താണ്? നമ്മൾ പറഞ്ഞു ഓരോ ടൈം കഴിയുമ്പോഴും ഒരു ആൽഫബറ്റ് ഒഴിവാക്കിക്കൊണ്ടാണ് അടുത്ത ടൈം സ്റ്റാർട്ട് ആവുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് നോക്കാം. MNOPQ 6 ഒഴിവാക്കിയിട്ടായിരിക്കും എന്ത്? അടുത്ത ടൈം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് നമുക്ക് മറ്റേ ആ ആൽഫബറ്റിൻ്റെ ഓർഡർ എഴുതാണ്ട് തന്നെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. നമുക്ക് നെക്സ്റ്റ് ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ. അതാണ് ഇവിടെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു സാധനം തന്നിട്ടുണ്ട്, ഒരു സീരീസ് പോലെ. അപ്പം പിന്നെ കുറേ ഓപ്ഷൻ തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ഇതെന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ലല്ലോ. സിമ്പിളായിട്ട് പറഞ്ഞുതരാം. നമുക്ക് തന്ന സീരീസ് ഉണ്ടല്ലോ, ആ സീരീസിൻ്റെ അകത്ത് ഇതിൻ്റെ അകത്തുള്ള ഓരോ ഓപ്ഷനിൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ കൊടുത്താൽ, അതായത് ഇവിടെ ഇപ്പം ABBA എന്നുണ്ടല്ലോ, അപ്പം A ഒരു സ്പേസ് കൊടുക്കുക, B അടുത്ത സ്പേസ് കൊടുക്കുക. അതായത് ഓരോ ലെറ്റർ ഇവിടെയുള്ള ഓരോ ഗ്യാപ്പ് കൊടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ കട്ട് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് ഒരു സീരീസ് പോലെ കിട്ടും. ഓക്കെ. അപ്പം അതിൻ്റെ അകത്തുള്ള ഈ ഓപ്ഷൻ ഏത് കറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഞാൻ ചെയ്യുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് സിമ്പിളായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തന്ന സീരീസ് അതുപോലെ തന്നെ എടുത്ത് എഴുതുക. ആ എഴുതുന്നതിൻ്റെ കൂടെ ഇവിടെ ഓരോ ടേംസ് ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് ഓപ്ഷനിൽ തന്നെ അതും കൂടി അവിടെ ആഡ് ചെയ്ത് നോക്കുക. എന്നിട്ട് കറക്റ്റ് സീരീസ് വരുന്നത് ഏതാ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. ഞാൻ ചെയ്ത് കാണിച്ചു തരാം. നമുക്കിവിടെ ABCA അത് കഴിഞ്ഞിട്ട് എന്താണ്? അവിടെ ഒരു ബ്ലാങ്ക് ആണ്. മീൻസ് അവിടെ ഒരു ടേം വരണം. അപ്പം നമ്മൾ ഫസ്റ്റ് ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഫസ്റ്റ് വരേണ്ടത് ഏതാണ്? C ആണ് അവിടെ കൊടുക്കേണ്ടത്. നമ്മൾ C കൊടുത്തു. പിന്നെ എന്താ വരുന്നത്? പിന്നെ BCAAB ഈ ടേംസ് എഴുതി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ്? അടുത്ത എന്താ വരുന്നത്? C ആണ് വരുന്നത്. പിന്നെ എന്താണ്? ഒരു CAയും കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ട് എന്താ? അടുത്തൊരു ടേം വരണം. എന്താണ്? A ആണ്. പിന്നെന്താ? പിന്നെ BBC. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഒരു എയും കൂടി ആയിട്ടുണ്ട് AA. ഓക്കെ. അതായത് ഒന്നാമത്തെ ഓപ്ഷന് ഇതിൻ്റെ അകത്ത് കൊടുത്താൽ ഈ രീതിക്ക് നമുക്ക് കിട്ടും. നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തു നോക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് ഏതാ കറക്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതിയല്ലോ. ഓക്കെ. രണ്ടാമത്തെ ഓപ്ഷൻ എന്താ? ABC അതുപോലെ തന്നെ ആയിരിക്കും. ഇവിടെ ഫസ്റ്റ് എന്താ വരുന്നത്? B ആണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഫസ്റ്റ് എടുത്തിട്ട് ആ സ്പേസിൽ സ്ഥലത്ത് ഫസ്റ്റ് തന്നെ കൊടുത്തു. പിന്നെന്താ? BCAAB അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? പിന്നെ B ആണ്. പിന്നെ CA അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്? A ആണ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ BBCA. ഓക്കെ. പിന്നെ നെക്സ്റ്റ് ഓപ്ഷൻ ആ ടേംസിന് അത് കൊടുത്ത് നോക്കാം. എന്താണ്? ABCA ആണ്. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഇവിടെ വരുന്നത് ഫസ്റ്റ് A ആണ്. പിന്നെ BCAAB ആണ്. അത് കഴിഞ്ഞിട്ട് എന്താ വരുന്നത്?
ബി ആണ്. പിന്നെന്താ സി എ ആയിട്ട് എന്താ വരുന്നത് ഇവിടെ കൊടുക്കേണ്ട ടൈം എ ആണ്. ബി ബി സി അത് കഴിഞ്ഞിട്ട് സി ആണ്. ഓക്കെ, പിന്നെ അടുത്ത ഓപ്ഷൻ കൂടി കൊടുത്തു നോക്കാം. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ഓപ്ഷൻ കൊടുത്തു. ഇനി കൊടുക്കേണ്ട നാലാമത്തെ ഓപ്ഷനാണ്. കൊടുത്തു നോക്കാം. എ ബി സി എ അത് കഴിഞ്ഞിട്ട് എ വരണം. പിന്നെ ബി സി എ ബി സി എ ബി അത് കഴിഞ്ഞിട്ട് എന്ത് വരണം, രണ്ടാമത്തെ എന്താ വരുന്നത് ബി വരണം. അത് കഴിഞ്ഞിട്ട് സി എ മൂന്നാമത് എന്താ വരുന്നത് ബി എന്നാണ്, ബി കൊടുത്തു. പിന്നെ ബി ബി സി കഴിഞ്ഞിട്ട് എന്താ വരുന്നത് എ ആണ്, എ കൊടുത്തു. പിന്നെ അതിൻ്റെ അതെല്ലാം എഴുതി. ഓക്കെ, നമ്മളെന്താ ചെയ്തത്, ഇതിൻ്റെ അകത്ത് 4 ഓപ്ഷനും കൊടുത്തു നോക്കി. എങ്ങനെ കൊടുക്കേണ്ടത്, ഇതിൻ്റെ അകത്ത് ഇപ്പം ഫസ്റ്റ് കേസ് എടുക്കുമ്പം ഇവിടെ സി ആണ് ഫസ്റ്റ് ലെറ്റർ ആയിട്ട് വരുന്നത്. അത് ഫസ്റ്റ് എം ടി സ്പേസിന് അവിടെ വെക്കണം. രണ്ടാമത്തെ സി ആണ്, അതെന്താ സെക്കൻഡിൽ വെക്കണം. ആ രീതിക്കാണ് ഇതിനകത്ത് ഓപ്ഷനകത്ത് ആഡ് ചെയ്യേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കേണ്ടത് ഈ 4 ഇതിൻ്റെ അകത്തുനിന്ന് ഏതെങ്കിലും പാർട്ടിൽ കട്ട് ചെയ്താൽ ഏതെങ്കിലും ഒരു ഓപ്ഷൻ്റെ അകത്ത് നമുക്ക് കറക്റ്റ് ഒരു സീരീസ് പോലെ കിട്ടുമെന്നാണ്. നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ എന്താ എ ബി സി എ സി ബി എ പ്രത്യേകിച്ച് ഒരു ടേം പോലെ നമുക്ക് ഒരു സീരീസ് പോലെ എന്ത് കാണാൻ പറ്റുന്നുണ്ടോ, ഇല്ല. ഓക്കെ, പിന്നെ അടുത്ത എടുത്ത് നോക്കിയാലോ, എ ബി സി എ ബി ബി സി എ ബി ബി ഒരു സീരീസ് പോലെ ഫീൽ ചെയ്യുന്നില്ലല്ലോ, അതുമില്ല. പിന്നെ തേർഡ് ടൈം എടുത്ത് നോക്കിയാലോ, എ ബി സി എ ബി സി എ ബി ബി സി എ ബി ബി സി സി. ഒന്നുകൂടി നോക്കാം. എ ബി സി ഉണ്ട്, പിന്നെന്താണ് അതിനോടൊരു എയും കൂടി ആഡ് ചെയ്തു, എ ബി സി ആക്കി. പിന്നെ അടുത്തതിൻ്റെ അകത്ത് എന്താണ് എ ബി ബി സി, അതായത് ഒരു ബിയും കൂടി ആഡ് ചെയ്തു. പിന്നെ അടുത്ത ടൈമിലോ എ ബി ബി സി സി ഒരു സിയും കൂടി ആഡ് ചെയ്തു. അതായത് ഓരോ ഇതിൻ്റെ അകത്ത് നെക്സ്റ്റ് ടൈം വരുമ്പോഴും ഒരു സെയിം ആൽഫബറ്റ് ഒന്നുകൂടി ഒരു പ്രാവശ്യം കൂടി ആഡ് ആവുന്നു. ഓക്കെ, എൻ്റെ കാര്യം നോക്കണ്ട, അത് അടുത്ത ടൈമിൽ എന്ന രീതിക്ക് നോക്കിയാൽ മതി. അടുത്ത ടൈമിൻ്റെ അത് വരുന്നതായിരിക്കും എന്ത് എ. പിന്നെ ഫോർത്ത് ഓപ്ഷൻ എടുത്ത് നോക്കിയാലോ, എ ബി സി എ ബി സി എന്തെങ്കിലും റിലേഷൻ വരുന്നുണ്ടോ, ഇല്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയെന്നുള്ളൂ. ഓരോ ഓപ്ഷനും ഇതിൻ്റെ അകത്ത് കൊടുക്കുക, എന്നിട്ട് അതിൻ്റെ അകത്ത് സീരീസ് എടുക്കാൻ പറ്റിയത് ഏതോ നോക്കിയാൽ മതി. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, മൂന്നാമത്തെ ഓപ്ഷൻ അത് കൊടുത്താൽ എന്ത് കിട്ടും, നമുക്കൊരു സീരീസ് പോലെ കിട്ടും. അതേതാണ് എ ബി സി എ ബി സി എ ബി ബി സി എ ബി ബി സി സി. ഓക്കെ, അപ്പോൾ ഒന്നുകൂടി പറയാം, ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് തന്ന സീരീസ് അതുപോലെ എഴുതുക. അതിൻ്റെ അകത്ത് നമുക്ക് 4 ഓപ്ഷൻ തന്നിട്ടുണ്ടല്ലോ, ആ 4 ഓപ്ഷനിൻ്റെ ഓരോ ലെറ്റേഴ്സ് അതിൻ്റെ അകത്ത് കൊടുത്തു നോക്കുക. എന്നിട്ട് കൊടുത്തു നോക്കിയിട്ട് എല്ലാം കൂടി കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഏത് ഓപ്ഷൻ കൊടുത്തതിലാണ് നമുക്ക് സീരീസ് പോലെ ചെയ്യാൻ പറ്റുക, അതായത് എവിടെയെങ്കിലും കട്ട് ചെയ്താൽ സീരീസ് പോലെ മാറ്റിയെടുക്കാൻ പറ്റുമോ നോക്കുക. അപ്പോൾ നമ്മൾ നോക്കിയത് മനസ്സിലായി, മൂന്നാമത്തെ അങ്ങനെ ചെയ്യാൻ പറ്റുന്ന മനസ്സിലായി. സോ ആൻസർ ഏതാണ്, തേർഡ് ഓപ്ഷൻ ആണ്. നമുക്ക് നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം, സെയിം ടൈപ്പിലുള്ള. ഓക്കെ, നമുക്ക് സീരീസ് തന്നിട്ടുണ്ട്, ഓപ്ഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, ഓരോ ഓപ്ഷനും സീരീസിൻ്റെ അത് എടുത്ത് കൊടുത്താൽ മതി. കൊടുത്തു നോക്കാം. ഒന്നാമത്തെ കൊടുത്താൽ ബി സി ബി, പിന്നെ ബി കൊടുത്തു. പിന്നെ കൊടുക്കേണ്ടത് ഏത് എ ആണ്, എ സി എ. പിന്നെ കൊടുക്കേണ്ടത് ഡി ബി എ സി ബി. പിന്നെ കൊടുക്കേണ്ടത് ഡി സി എ ഡി ബി എ സി. പിന്നെന്താണ് ബി ഡി, ബി ബി അല്ല ബി ഡി. ഓക്കെ, ഒന്നാമത്തെ ഓപ്ഷൻ കൊടുത്തു. അടുത്ത കൊടുത്ത് നോക്കാം. അടുത്ത എന്താണ് ബി സി എ, സോറി ബി സി എ അല്ല, ബി സി ബി ബി സി എ ബി ബി എ സി ബി ഡി സി എ ഡി ബി എ സി ഡി ഡി. രണ്ടാമത്തെ ഓപ്ഷൻ കൊടുത്തു. അതിന് അടുത്ത് കൊടുക്കേണ്ടതാണ് മൂന്നാമത്തെ ഓപ്ഷനാണ്. ഓക്കെ, കൊടുത്തു നോക്കാം. എ സി ബി, പിന്നെന്താണ് ഡി സി എ സി ബി ഡി സി എ. മൂന്നാമത്തെ ഓപ്ഷൻ എന്താണ് ഡി ബി എ സി ബി ഡി ബി എ സി ബി കൊടുത്തു. പിന്നെന്താണ് ഡി സി എ, പിന്നെന്താണ് ഡി ബി എ സി, പിന്നെന്താണ് ബി ഡി അല്ലേ. അടുത്ത ഓപ്ഷൻ കൊടുത്ത് നോക്കാം. എ സി ബി ഡി സി എ ഡി ബി എ സി ബി ബി സി എ
BBAC BD. ഓക്കെ, അപ്പോൾ എന്താക്കി നമ്മൾ 4 ഓപ്ഷൻ കൊടുത്തു നോക്കി. ഇനി ചെക്ക് ചെയ്യേണ്ടത് ഇതിനെ ഏതെങ്കിലും രീതിക്ക് സീരീസ് പോലെ മാറ്റാൻ പറ്റുമോ, മാറ്റാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടോ എന്നാണ്. ഓക്കെ, അതായിരിക്കും എന്ത് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. BCBAC ADB BCBAC ADBAC BDC ഇത് പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല. നിങ്ങൾ കുറച്ചുകൂടി എടുത്തു നോക്കിയാൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, പിന്നെ അടുത്ത എന്താണ് BCB BCA BBACB എന്തെങ്കിലും റിലേഷൻ തോന്നുന്നുണ്ടോ? ഇല്ല. സോ അതും ആയിരിക്കില്ല. ഇപ്പം നമുക്ക് മൂന്നാമത്തെ നോക്കാം. മൂന്നാമത്തെ എങ്ങനെ വന്നത്? ACBD CADB ACBD CADB ACBD ഒരു സീരീസ് പോലെ വരുന്നുണ്ടല്ലോ. അതായത് ആദ്യം ACBD CADB ACBD CADB ആ റിപ്പീറ്റേഷൻ പോലെ സീരീസ് പോലെ വരുന്നുണ്ട്. അടുത്ത് നോക്കാം ACBD CADB. ഓക്കെ, ACBC ABBAC ഇത് ഫസ്റ്റ് 2 ടൈം വന്നിട്ടുണ്ട്, പക്ഷെ പിന്നെന്താണ് സീരീസ് പോലെ വരുന്നില്ല. അപ്പോൾ ഏതാ ആൻസർ? ഇതാണ് കറക്റ്റായിട്ട് വരുന്നത്. മീൻസ് നമ്മുടെ ആൻസർ ഏതാ? ഓപ്ഷൻ 3 ആണ്. അപ്പം ഈ ലെറ്റർ സീരീസിൻ്റെ അകത്ത് മെയിൻലി പറയാനുള്ളത് എല്ലാം ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. നിങ്ങൾ എത്രമാത്രം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്നോ അത്രമാത്രമേ നിങ്ങൾക്ക് എന്താണ് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ക്യാച്ച് ചെയ്തിട്ട് കാര്യം മനസ്സിലാക്കിയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. സോ മാക്സിമം ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ നമ്മൾ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ മാക്സിമം ക്വസ്റ്റ്യൻ ബാങ്കിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം ഇതുവരെ പറഞ്ഞ ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ലൂമി പ്രിപ്പിൽ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ലൂമി ഐഡിയും പാസ്വേഡും യൂസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ ലോഗിൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ലൂമി ഐഡിയും പാസ്വേഡും ഇല്ലെങ്കിൽ അത് ക്രിയേറ്റ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഗ്രൂപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷൻ്റെ അകത്തുണ്ട്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചാൽ മതി. അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, നമ്മുടെ ഗ്രൂപ്പിലും പറയാം. അപ്പം എല്ലാവർക്കും താങ്ക് യു.